നമസ്കാരം. ഇസ്രയേൽ സംബന്ധമായിട്ടുള്ള ജോലികൾ, പ്രത്യേകിച്ച് കെയർ ഗീവർ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സുകൾ, ട്രെയിനിങ്, ഇവയെക്കുറിച്ചൊക്കെ വീഡിയോ ഇടുമ്പോൾ ഇന്നെനിക്ക് ഞാൻ നോട്ട് ചെയ്ത ഒരു കമൻ്റാണ്, സിനിമയിൽ എടുക്കാനാണോ അതോ ജോലിക്കെടുക്കാനാണോ? അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ അതിനെ നല്ല രീതിയിൽ കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ മതി, നിർബന്ധമില്ല എന്ന്. വളരെ അർത്ഥവത്തായിട്ടുള്ള ചോദ്യവും മറുപടിയും. നമുക്കറിയാം, ഇസ്രയേൽ സംബന്ധമായിട്ട് ഈ ജോലി സാധ്യതകളെല്ലാം തന്നെ ഉണ്ടായത് നമ്മുടെ ഈ യുദ്ധ സാഹചര്യങ്ങൾക്ക് ശേഷമാണ്. അതിനു മുന്നേ കൂടുതലായും 99% കെയർ ഗിവർ മേഖല മാത്രമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് കൂടുതലും ഇസ്രയേൽ സെക്ടറിലേക്കുള്ള ജോലി ഒഴിവ് എന്ന് പറയുന്നത്. യുദ്ധ സാഹചര്യങ്ങൾക്ക് ശേഷം അഗ്രികൾച്ചർ വിസ മുതൽ കൺസ്ട്രക്ഷൻ, ക്യാഷിയർ, പെപ്സി കോള അല്ലെങ്കിൽ റോഡ് പണി എന്നിങ്ങനെ പലതരത്തിലേക്കുള്ള വിസകളുടെ ഒഴുക്ക് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമാകുവാനും അതിലേക്കൊക്കെ മികച്ച കാൻഡിഡേറ്റിന് നൽകുവാനും നമുക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ കെയർ ഗിവർ മേഖലയിൽ ഒരുപാട് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കാൻ പറ്റി. അതായത് ആദ്യഘട്ടത്തിൽ കെയർ ഗിവർ കാൻഡിഡേറ്റിന് വേണ്ട ട്രെയിനിങ് മുതൽ എംബസി ഇൻ്റർവ്യൂ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരേ പ്രോസസ്സ് ചെയ്യുന്നു. അതുകൂടാതെ മറ്റ് ഇടനിലക്കാർ വഴിയോ ഏജൻറ്റ് വഴിയോ ഏജൻസി വഴിയോ വരുന്ന കുട്ടികൾക്ക് ജോബ് ഓർഡർ കിട്ടിയതിന് ശേഷം ജോബ് ഓർഡർ മുതൽ എംബസി ഇൻ്റർവ്യൂ വരെയുള്ള ഒരു പ്രത്യേക സ്കീം നമ്മൾ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഫാക്കൽറ്റികളെ വെച്ച് നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇപ്പം കോള കമ്പനിയിലേക്ക്, പെപ്സി കമ്പനിയിലേക്ക്, ക്യാഷ്യർ വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ ഓരോ ഏജൻസികൾ ഇന്ത്യയിൽ നിന്ന് കാൻഡിഡേറ്റിനെ വേണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത് വീഡിയോ പ്രസൻറ്റേഷനാണ്. ആ വീഡിയോ പ്രസൻറ്റേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഒരു കമൻറ്റ് വന്നത്. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്ത് പഠിച്ചത് കൊണ്ട് പുസ്തകപ്പുഴുവായിരുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ജോലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പുസ്തകപ്പുഴുവിൽ നിന്ന് ഇറങ്ങി പ്രാക്ടിക്കലായി പെർഫോം ചെയ്ത് മികച്ച ആറ്റിറ്റ്യൂഡോടുകൂടി ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയാമെന്ന രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇൻ്റർവ്യൂ ബോർഡിൽ നിന്നുകൊണ്ട് ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഉത്തരങ്ങൾ പറഞ്ഞ് പോരാൻ കഴിവുള്ളവർ രക്ഷപ്പെടും. അതുകൊണ്ടാണ് മുൻബെഞ്ചിൽ ഇരുന്ന് ഫസ്റ്റ് പ്രൈസോടുകൂടി പഠിച്ചവൻ പിൻബെഞ്ചിലെ 10ൽ 0 കിട്ടിയവൻ്റെ കമ്പനിയിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഏറ്റവും ബാക്ക് ബെഞ്ചിൽ എല്ലാ ദിവസവും ചാക്കോ സാറിൻ്റെ അടി കൊണ്ട് 10ൽ 0 മേടിക്കുന്നവൻ്റെ കമ്പനിയിൽ വെറും 5 അക്ക സാലറി മേടിക്കുന്ന ആ ക്ലാസ്സിലെ തന്നെ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് 10ൽ 10 മേടിക്കുന്നവൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് മക്കളെ, കുറച്ചൊക്കെ അഭിനയിക്കാൻ പഠിക്കണം. ജീവിതം തന്നെ ഒരു അഭിനയമാണ്. സങ്കടമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ഒക്കെ ചില സാഹചര്യങ്ങൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അഭിനയിക്കേണ്ടി വരും. സങ്കടമുണ്ടെങ്കിലും സന്തോഷം അഭിനയിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരു ജോലി കിട്ടണമെങ്കിലും ചില രീതിയിലുള്ള അഭിനയങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. നഗ്ന സത്യമാണ്. അതുകൊണ്ട് നന്നായി ഒരുങ്ങുക. അതോടൊപ്പം ഏതൊക്കെ വീഡിയോ പ്രസൻറ്റേഷൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഈ സ്പീഡിൽ അയച്ചു തരുമ്പോൾ അതേ സ്പീഡിൽ തന്നെ ജോലി കിട്ടും. ഇപ്പോൾ കോള കമ്പനി, പെപ്സി കമ്പനിയിലേക്ക് 3 മാസം കൊണ്ടാണ് കാൻഡിഡേറ്റ് ഇറങ്ങിയത്. പിന്നെ ആയിരക്കണക്കിന് വേക്കൻസികളൊന്നുമില്ല. 10,000-കണക്കിന് വേക്കൻസികൾക്ക് വേണ്ടി ഒരു ഏജൻസിയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട. ഇവർക്ക് വേണ്ടത് 10 പേരാണെങ്കിൽ ആ 10 പേരെ അതിൽ നിന്ന് ബെസ്റ്റായിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കെയർ ഗീവർ ജോലി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വിസകളും അൺപ്രഡിക്റ്റബിൾ ആണ്. ബട്ട് ഇസ്രയേലിൽ അന്നും ഇന്നും എന്നും ഇസ്രയേലിൽ കെയർ ഗീവർ മേഖല, അതായത് കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി ഡേ ബൈ ഡേ ഇസ്രയേലിൽ മാറുന്നത് കൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഒരു കെയർ ഗീവർ വേണമെന്നുള്ളത് കൊണ്ട് ഇന്ത്യയിലും ഫിലിപ്പീൻസിലും ശ്രീലങ്കയിലുള്ളവരെ കെയർ ഗീവറായി എടുക്കുന്നത് കൊണ്ടും ഇന്ത്യക്കാർക്ക് പരിഗണന ഉള്ളത് കൊണ്ടും കേരളത്തിലെ നമ്മുടെ ഒരുപാട് സമർപ്പണ ബോധ്യമുള്ള മെത്തപ്പേൽ ആൻഡ് മെത്തപ്പലേത്ത് അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ആ ഒരു സമർപ്പണം കാണിക്കുന്നത് കൊണ്ട് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കെയർ ഗീവേഴ്സിനെ വേണം എല്ലാ മാസവും ട്രെയിനിങ്ങിന് വിടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാനുള്ളത്, ചിലയിടത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ നല്ലതിനു വേണ്ടി അഭിനയിച്ചേ പറ്റൂ. ആ നല്ലൊരു ജോബിന് വേണ്ടിയും മികച്ച സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഡ്രീമുമാണെങ്കിൽ നന്നായിട്ടൊന്ന് അഭിനയിച്ചു തരാം. അപ്പോൾ എല്ലാ മാസവും കെയർ ഗീവർ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിന് ആഗ്രഹമുള്ളവർക്ക് 25-നും 46 വയസ്സിനും ഇടയിലുള്ളവർക്ക്, 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, സാധാരണക്കാർ അല്ലെങ്കിൽ BSc-കാരോ GNMO എന്നോ ആയിക്കോട്ടെ, സാധാരണക്കാർക്കും ഒരു അവസരമുണ്ട്. വിളിക്കാൻ മറക്കണ്ട. ട്രെയിനിങ് മാത്രമല്ല, സ്പെഷ്യൽ ജോബ് ഓർഡർ ടു എംബസി ഇൻ്റർവ്യൂവിൻ്റെ ട്രെയിനിങ് ഇൻഡിവിജ്വലായി നിങ്ങൾ മാത്രം
അതായത് കാൻഡിഡേറ്റും ഫാക്കൽറ്റിയും മാത്രമുള്ള ഫേസ് ടു ഫേസ് അരമണിക്കൂർ സ്പെഷ്യൽ ക്ലാസ് കൊണ്ട് ഷെയർ ചെയ്തേക്കാം. ഓക്കെ.